ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. ഇന്നത്തെ വായ്ത്താരിയുടെ അതിഥി കഥകളി ലോകത്തിന് സുപരിചിതനായിട്ടുള്ള കലാമണ്ഡലം രാമൻ നമ്പൂതിരി, സാംസ്കാരിക ലോകത്തിന് ചിരപരിചിതനായ MRS മേനോൻ. ഇങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് പണ്ഡിതന്മാരുടെ സമാഗമം അല്ലെങ്കിൽ സംഗമം എന്നൊക്കെ വിശേഷിപ്പിക്കാം എന്ന് തോന്നുന്നു. കാരണം കലാമണ്ഡലം രാമൻ നമ്പൂതിരി എന്ന വാദ്യകലാകാരൻ, ചെണ്ടകലാകാരൻ, RLVയിൽ ജോലി ചെയ്തിരുന്ന ഈ കലാകാരൻ കലാമണ്ഡലത്തിൽ ദീർഘകാലം എന്ന് പറഞ്ഞാൽ 4 വർഷത്തിന് ശേഷം തുടർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയും തുടർന്ന് പലപ്പോഴായി അവിടെ അധ്യാപനം ചെയ്തിട്ടുള്ള കലാകാരനാണ്. നിരവധി കാലത്തെ കളരി അരങ്ങ് പരിചയം അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം പഠിക്കുന്ന കാലത്ത് നിരവധി ആചാര്യന്മാർ അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു, കലാമണ്ഡലത്തിലുണ്ടായിരുന്നു. ഞാൻ 72 ചേരുമ്പോൾ ഇദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് അവിടെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊട്ടിൽ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ രാമേട്ടൻ്റെ, ഞങ്ങൾ സ്നേഹപൂർവ്വം അങ്ങനെ വിളിക്കുന്നതാണ് കഴിവ്. വളരെ കൃത്യമായി ചടങ്ങുകളെക്കുറിച്ച്, പദങ്ങളെക്കുറിച്ച്, ശ്ലോകങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ വിശദമായി അറിയുകയും അത് പറയാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല കഥകളി നടൻ്റെ ഇതാവട്ടെ അല്ലെങ്കിൽ പാട്ടുകാരുടെ ആവട്ടെ വാദ്യക്കാരുടെ ആവട്ടെ ഓരോ വ്യക്തികളുടെ ചടങ്ങുകളടക്കം, ചിട്ടകളടക്കം, ശൈലികളടക്കം ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കും. തെക്കും വടക്കും ഭേദമില്ലാതെ എല്ലാ ആചാര്യന്മാരുടെ വേഷത്തിനും കൊട്ടിയ പരിചയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് വളരെ സാധാരണ പോലെ അദ്ദേഹത്തിന് ചിട്ടയെക്കുറിച്ച് സംസാരിക്കാനും ഇദ്ദേഹത്തിന് കഴിയും. എങ്ങനെയും അദ്ദേഹമാണ് ഇന്ന് കലാകാരനായി നമ്മുടെ മുൻപിലെത്തുന്നത്. ഇദ്ദേഹത്തിനോട്, രാമേട്ടനോട് ചോദ്യം ചോദിക്കുന്നത് ആര് എന്നുള്ള ഒരു ആര് വേണം, അത്തരം ഒരു ഗാഢമായി കലയെക്കുറിച്ച് അറിയുന്ന സാംസ്കാരിക ബോധമുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. ഭാഗ്യവശാൽ എന്ന് തന്നെ പറയട്ടെ, MRS മേനോൻ, ഞാൻ കഥകളി തൃപ്പൂണിത്തുറയ്ക്ക് പോകുമ്പോൾ ധാരാളം കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട്, പക്ഷേ ഇത്തരം ഒരു ആവശ്യം അദ്ദേഹത്തിനോട്, ഇത്തരമല്ല ഒരു ആവശ്യവും ഞാൻ അദ്ദേഹത്തിനോട് ഇതുവരെ പറയുകയുണ്ടായിട്ടില്ല. ഇങ്ങനൊരു ആവശ്യം അദ്ദേഹം ചെയ്താൽ സന്തോഷമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ആവാം എന്ന് പറഞ്ഞു. എനിക്കെത്ര അതിൽ വൈദഗ്ധ്യം ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം MRS മേനോൻ എന്ന തൃപ്പൂണിത്തുറയുടെ ശബ്ദം അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്തിൻ്റെ ശബ്ദം ഏത് കാര്യങ്ങളിലും വളരെ കൃത്യതയോടെ കാണുകയും നിരീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി, പലപ്പോഴും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളം സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരം ഒരു വ്യക്തിയുടെ അടയാളപ്പെടുത്തലുണ്ടാകുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയും നമുക്കിവിടെ ഈ രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറയട്ടെ, പണ്ഡിത സംഗമം നമുക്ക് കാണാം, കേൾക്കാം. അതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം കലാമണ്ഡലം രാമൻ നമ്പൂതിരി കേരളത്തിലെ കഥകളി ചെണ്ട വിഭാഗത്തിലെ ഒരു സീനിയറായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു കലാകാരനാണ്. എനിക്കൊരു ബന്ധം കൂടിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ കലാമണ്ഡലം CRR നമ്പൂതിരി. അദ്ദേഹം കലാമണ്ഡലത്തിലെ ആദ്യ ബാച്ചിൽ പഠിച്ചു പോകുന്ന ആളാണ്.
പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹം കുറച്ച് രാഷ്ട്രീയത്തിൽ താല്പര്യം വന്നപ്പോൾ കഥകളി വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയി. എങ്കിലും ആ കഥകളി അദ്ദേഹം അവസാനം വരെയൊക്കെ കൊണ്ടു നടന്നിരുന്നു. രാമൻ നമ്പൂതിരിയുടെ CRR നമ്പൂതിരിയുടെ മരുമകനാണ് രാമൻ നമ്പൂതിരി. ഇനി നമുക്ക് തുടങ്ങാം. അങ്ങയുടെ ഈ പാരമ്പര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഒരു കഥകളി പാരമ്പര്യം, കലാപാരമ്പര്യം ഉണ്ടെന്ന്. അതൊന്ന് പറയാമോ? പറയാം. അച്ഛൻ വഴിക്കുള്ള പാരമ്പര്യം എന്ന് വെച്ചാൽ വാദ്യകലാരംഗത്താണ് അച്ഛൻ വഴിക്കുള്ള പാരമ്പര്യം. അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ മുത്തച്ഛൻ, ആ അച്ഛൻ്റെ മുത്തച്ഛനുമുണ്ട്. അവിടെ മുതൽക്കാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലെന്ന് പറഞ്ഞാൽ കോട്ടയത്തിനടുത്ത് അമയന്നൂർ പഞ്ഞോട് മന എന്ന് പറയും. ആ പഞ്ഞോട് മനയ്ക്കലെ പാരമ്പര്യമാണ് ഈ പണ്ട് സംഘക്കളിയുണ്ട്, യാത്രകളി. അന്ന് യാത്രകളി നടത്തുമ്പോൾ അതിലെ കൊട്ടുകാരനായിരുന്നു മുത്തച്ഛൻ. ആ മുത്തച്ഛൻ അവിടെ മുതൽക്ക് അച്ഛനായി. അങ്ങനെ യാത്രകളിൽ നിന്ന് പിന്നെ തായമ്പക, കേളിക്കയ്യ് ഇതൊക്കെ പഠിപ്പിച്ചു. അവിടെ നിന്നാണ് എൻ്റെ പാരമ്പര്യം തുടങ്ങുന്നത്. അച്ഛൻ വെളുപ്പിന് അന്ന് ഞങ്ങളുടെ ഇല്ലെന്ന് വെച്ചാൽ വലിയ നാലുകെട്ടാണ്. നാലുകെട്ടിൻ്റെ ഉമ്മറത്ത് കല്ലും ഈ കരിങ്കല്ലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് നാലുകെട്ട് ഞങ്ങൾക്ക്. ആ നാലുകെട്ടിൻ്റെ ഉമ്മറത്തെ കരിങ്കല്ലിലിരുന്ന് വെളുപ്പിന് ഒരു 4:30-5 മണിയാകുമ്പോൾ പുളിമുട്ടി ഉരുട്ട് സാധകം ചെയ്യും. ഞാനന്ന് 2-ലോ 3-ലോ പഠിക്കേണ്ട കാലമാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്ത് ഈ കൊട്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. കുറച്ച് നേരം ഇരുന്ന് സാധകം ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ അമ്പലത്തിലേക്ക് പോകും. ഞങ്ങളുടെ അമ്പലമുണ്ട്, അവിടെ തൊഴുതു വരും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു ഭ്രമമായി. ഈ പാഠക്കയ്യ് 4 പാഠക്കയ്യാണ്. തക്കിട്ട, തരികിട, വലത്തക്കിട, ഇടത്തക്കിട, ഇങ്ങനെ ഓരോ ദിവസം മാറി മാറി പാഠക്കൈ കൊട്ടും. അതെൻ്റെ മനസ്സിലങ്ങോട്ട് തറച്ചു. അപ്പം ഞാൻ ഒരു ദിവസം ചെന്നിരുന്നു, കൂടെ എങ്ങനെ കൊട്ടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഈ ചെണ്ടകൊട്ടിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. പ്രസീതമാൽ ഗുരു നാഥ എന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാൽ നിനക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം പഠിപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കാഞ്ഞിരക്കാട്ട് ശങ്കുണ്ണിമാരാർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ഉണ്ട്. അന്ന് പ്രായമായി. അദ്ദേഹമാണ് എന്നെ കേളിക്കയ്യും തായമ്പകയും നല്ലതുപോലെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അരങ്ങേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾ 2 മാസം വെക്കേഷനിൽ അമ്മാത്ത് പോകാമെന്ന് പറയുന്ന സമയമുണ്ട്, അമ്മയുടെ ഇല്ലം. അവിടെ ചെല്ലുമ്പോൾ ചൊല്ലിയാട്ടം നടക്കുകയാണ്. എൻ്റെ സഹോദരിയൊക്കെ ചൊല്ലിയാട്ടുണ്ട്, ശ്രീമതി അന്തർജനം. അന്ന് അദ്ദേഹം അമ്മാവൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ നാലുകെട്ടിലെ തെക്കിനിയിൽ വെച്ച് പഠിപ്പിക്കുക. അന്നത്തെ ചൊല്ലിയാട്ടത്തിന് കൊട്ടിക്കൊണ്ടിരുന്ന ഈ പെരുവ അടുത്ത തേർവഴി അച്യുതക്കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം മേളം കൊട്ടുകയും ചെയ്യും. അദ്ദേഹമാണ് ചൊല്ലിയാട്ടത്തിന് കൊട്ടണത്. ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നി, ഈ കൊട്ട് കഥകളിക്കൊട്ട് പഠിച്ചാൽ എന്താണ്. അപ്പോൾ തായമ്പക കേളിക്കൈയൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഈ കഥകളിക്കൊട്ട് ഇങ്ങനെ കാണുകയും. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലോ 5-ലോ പഠിക്കുന്ന സമയം, ഇതിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ആരും എന്നെ ഒരു സ്ഥലത്തേക്കും പറഞ്ഞു വിടില്ല. അവർക്കൊക്കെ കോളേജിൽ ചേർക്കണമെന്നുള്ള മോഹമായിരുന്നു അന്ന്. എങ്ങനെയായാലും അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകും. അപ്പോൾ ഈ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് ചൊല്ലിയാട്ടം നടക്കുന്നത്. ഇങ്ങനെ ചൊല്ലിയാട്ടം നടക്കുന്ന സമയത്ത് ആണ് നമ്മുടെ സദനം ദിവാകരന്മാരാർ സദനത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ പിറവത്താണ് അദ്ദേഹത്തിൻ്റെ നാട്. അപ്പോൾ സ്കൂൾ അടയ്ക്കുമ്പോൾ അവിടെ വന്ന് ചൊല്ലിയാട്ടത്തിന് കൊട്ടും. ആ ഒരു കാരണമാണ് ഞാൻ കഥകളിക്കൊട്ടിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്, അപ്പോട്ടൻ എലഞ്ഞി അപ്പോട്ടൻ എന്നാണ് ഞങ്ങൾ പറയണത്. കൂത്താട്ടോളത്തിനടുത്ത് അവിടെ ധാരാളം കുട്ടികൾ വന്ന് പഠിക്കുന്നത് അറിയാം. അതെ. അതുപോലെ കേരളത്തിൽ ഈ വനിതാ കഥകളി സംഘം തുടങ്ങിയ കാലത്ത്, ആ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം എന്ന് പറയാം ശ്രീമതിയാണ് വേഷം കെട്ടിയത്. എനിക്ക് ഓർമ്മയുണ്ട് ശ്രീമതിയുടെ വേഷമൊക്കെ അന്ന്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. അതുപോലെ സഹോദരനാണ് ദാമോദരൻ നമ്പൂരി. അപ്പോൾ നിങ്ങൾ 3 പേരും ഒരു ഈ കഥകളി രംഗത്തേക്ക് തന്നെ വന്നു. അപ്പോൾ അന്നത്തെ ഒരു വാരണാസിയൊക്കെ വന്നതിന് മുമ്പ് അവിടെ കളരി ഉണ്ടല്ലോ, അമ്മാവൻ്റെ ഒക്കെ ഒരു കളരിയുണ്ട്. അമ്മാവൻ പഠിപ്പിക്കുന്നതിൽ വളരെ ചിട്ടക്കാരനാണ്, കർശനക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടത് പീശപ്പള്ളിയുടെ ചൊല്ലിയാട്ടം കണ്ടപ്പോഴാണ് അത് അമ്മാവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ആ കാലത്തെ കാര്യങ്ങളുണ്ടല്ലോ, കഥകളി ചെണ്ട പഠിക്കാനായിട്ട് താല്പര്യമുണ്ടായത് ദിവാരനാശാൻ്റെ കൊട്ട് കേട്ടിട്ടാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കാലത്ത് അവിടെയുള്ള ഒരു കളരി അനുഭവങ്ങൾ
അതുപോലെ തന്നെ തായമ്പ പഠിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ തായമ്പ കൊട്ടിയിട്ടുണ്ടോ? ഉവ്വ് തായമ്പ കൊട്ടിയിട്ടുണ്ട്. കൊട്ടി അതിപ്പോ ഓർമ്മയുണ്ടോ? അപ്പൊ കൊട്ടാൻ പറ്റുമോ? അന്നത്തെ തായമ്പക ഒരു പ്രത്യേക രീതി ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്ന തായമ്പക എന്ന കലാമണ്ഡലത്തിലെ ആ വടക്കൻ സമ്പ്രദായത്തിലുള്ള ഒറിജിനൽ തായമ്പകയാണ്. അന്ന് ഈ തെക്കൻ തായമ്പകയാണ് പഠിച്ചിരിക്കുന്നത്. എന്നാൽ എണ്ണങ്ങൾ ചിലതൊക്കെ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പൊട്ടകതരഘീക്കാം എന്ന് ചൊല്ലുന്നുണ്ട് ആദ്യത്തെ എണ്ണം. അതിന് ഇവർ തരികട ധീപ്താം എന്ന് പറയും. അതുപോലെ തന്നെ ദീർഘടതിക്ക് തരകാം എന്ന് പറയുന്ന എണ്ണം കിടതിക്ക് തരികിടത, ഇതാണ് ഇവരുടെ എണ്ണം. ഇപ്പോൾ നമ്മൾ കേളിക്കയ്യ ഡിം നഗ ഡിം നഗണ നഗ ഡിം നഗ ഡിം നഗണ നഗണ നഗഡ് ഡിം നഗഡെന്ന് കൊട്ടുന്നുണ്ട്. അതിന് ഇവരുടെ വായ്ത്തരി ധീം തക തരികിട ധീം തക തരികിട തക തത് ഇങ്ങനെയൊക്കെ. അതിപ്പോൾ ഓർമ്മയൊന്നുമില്ല, അതൊക്കെ മറന്നു. വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. തെക്കും വടക്കും വ്യത്യാസമുണ്ട്. ഗിണ്ണകണക്കാം അങ്ങ് പഠിച്ചത് തെക്കൻ രീതിയിലാണ് ആദ്യം അതാ പഠിച്ചത്. നക്കാം ഗിണ്ണകണക്കാം. അപ്പം ചെണ്ടയുടെ സ്വരത്തിനനുസരിച്ചാണ് വടക്കൻ സമ്പ്രദായത്തിലുള്ള തായമ്പുക. ഇവിടെ ആകുമ്പോൾ ധിത്ത പോങ്കിടതൊക്കെ എല്ലാം ഓർമ്മയില്ല എപ്പോഴൊന്നും. അതുപോലെ തന്നെ പലതും വ്യത്യാസമുണ്ട് കേട്ടോ. ചെമ്പക്കൂറായാലും അടന്തക്കൂറായാലും എല്ലാം മാറ്റങ്ങൾ നല്ലോണമുണ്ട്. കയ്യിന് മറിക്കണതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ തരികട നമ്മൾ രണ്ടാമത്തെ പാടക്കൈ കൊട്ടുമ്പോൾ തരികീട്ടാന്നാണ്. അതങ്ങനെയല്ല. അവിടെ ആദ്യം നേരെ കൊട്ടി പുറത്തേക്കാണ്, അപ്പോൾ കൈ മറിയില്ല. ഈ തരികടയിൽ നിന്നാണ് തകൃത വരുന്നത്, ഡൂറ എന്നുള്ളത് വരുന്നത്. ഈ തരികടയിൽ നിന്ന് ആ 4 അക്ഷരത്തിൽ നിന്നാണ് ഡൂറ എന്നുള്ള വരുന്നത്. അപ്പോൾ കഥകളിക്കൊട്ടിന് എല്ലാത്തിനും അത് വേണം. ഈ തായമ്പയാണ് ഇതിൻ്റെ അടിസ്ഥാനം. തായമ്പ് കൊട്ടാറായ പിന്നെ കളിക്കൊട്ടിൻ്റെ ഭാരം മുഴുവനും തീരും. അതിൽ നിന്നാണ് എണ്ണങ്ങൾ മുഴുവൻ പോണത്. നല്ലൊരു തായമ്പക്കാരനായി കഴിഞ്ഞാലുണ്ട് കളിക്കൊട്ടിൻ്റെ എണ്ണങ്ങൾ മുഴുവൻ അതിൽ തന്നെ വരും. ഈ തക്കിട്ടും തരികടയാണ് തായമ്പയിൽ മുഴുവനും. പിന്നെ വലത്തക്കിട ഇടത്തക്കിട. കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു വിട്ടാ, കമ്പ്യൂട്ടറിൽ 0, 1 ഇതുകൊണ്ടാണ് ഈ മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും അധികം വൈവിധ്യമുള്ള നാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ചെണ്ട ഈ 2 അക്ഷരങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടക്ഷരങ്ങളും കൊണ്ടാണ് ഈ സാമ്രാജ്യം വാദ്യത്തിലെ മഹാലോകത്തിലേക്ക് നമ്മൾ തുറന്നു വിടുന്നത്. അങ്ങനെയാണ് ഞാൻ ദിവാരനാശാന്റെ ശിഷ്യനായിരുന്നു കുറച്ച് നാൾ, അതുകൊണ്ടത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ദിവാരനാശാന്റെ കൊട്ട് കേട്ടിട്ടാണ് കഥകളിക്ക് താല്പര്യം ഉണ്ടായത്. അപ്പോൾ ദിവാരനാശാൻ പറഞ്ഞു എന്നോട് ആ സമയത്ത്, ഞാൻ ഈ ചൊല്ലിയാട്ടം അന്ന് ഭഗവതത്തിലെ ഭീമസേനൻ അമ്മാവൻ ചൊല്ലിയടിക്കുക. ആരാ? അന്ന് എൻ്റെ സഹോദരി, അതായത് നിശാചരേന്ദ്ര വാടാന്നുള്ളത്. ശ്രീമതി. അതിനു മുൻപ് ഭഗവതത്തിലെ താപസകുലതലക ചൊല്ലിയടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് ഈ മേളത്തിന് പ്രാധാന്യമുള്ള നിശാചരേന്ദ്ര വാട എന്നുള്ള പോരിനുവിളി ചൊല്ലിയടക്കുന്ന കേട്ടപ്പോൾ, അപ്പോൾ ഈ കൊട്ടിൻ്റെ ആ ഒരു ദിവാകരൻ്റെ കൊട്ട് നല്ല ഖനമുള്ള കൊട്ടാണ്. അതുമാത്രമല്ല സദനത്തിൽ നിന്ന് ഇറങ്ങിയ കാലമാണ്. 62 കോഴ്സ് കഴിഞ്ഞ് പോന്നു. അപ്പോൾ അവിടെ അന്ന് ദിവാകരൻ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന കാലം. അവിടെ നിന്നാണ് എല്ലാം, നമ്മുടെ അമ്മാത്തു നിന്നാണ് ചോറും എല്ലാം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ചൊല്ലിയാട്ടത്തിൽ കേട്ടപ്പോൾ ദിവാകരൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്നാൽ സദനത്തിലേക്ക് കൊണ്ട് ചേർക്കാം, അവിടെ കുമാരൻ നാരാശാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, അത് വേണ്ട, ചേരുകയാണെങ്കിൽ കലാമണ്ഡലത്തിൽ നല്ലത്, അതാ നല്ലത്. രാമൻകുട്ടിയുടെ കളരിയാണെങ്കിൽ അർസലാവും. പിന്നെ അവിടെ ചന്ദ്രമണ്ണാടിയരുണ്ട്, എൻ്റെ ചൊല്ലിയാട്ടത്തിനൊക്കെ ധാരാളം കൊട്ടിയ ആളാണ്, അച്ഛനി പുതുവാളുണ്ട്. ഇവരുടെ കീഴിലാണ് പഠിക്കേണ്ടത്. ദിവാരനാശാന്റെ ഗുരുനാഥൻ കൂടിയാണ്. അതെ, മണ്ണാടിയറശൻ്റെ ആദ്യ ശിഷ്യനാണ് സദനൻ ദിവാകരൻ. ആദ്യത്തെ ശിഷ്യനും സദനത്തിലെ ആദ്യത്തെ ചെണ്ട വിദ്യാർത്ഥി അതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം, അപ്പോൾ അമ്മാവനറിയാം ഈ മണ്ണാടിയറശൻ്റെ ആ ശിക്ഷണം. അപ്പോൾ അതുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ചന്ദ്രമണ്ണാടിയുടെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദിവാകരൻ പറഞ്ഞു, എന്നാൽ അതാ നല്ലത്, സദനത്തിൽ ചേർന്ന് കലാമണ്ഡലത്തിലാകുമ്പോൾ രാമൻകുട്ടിയുടെയും പത്മനാഭൻ്റെയും കളരിയിൽ എൻ്റെ ഒപ്പം പഠിച്ചവരാണ് അവരൊക്കെ. അവരുടെ കളരിയിൽ ആ ചൊല്ലിയാട്ടത്തിന് കൊട്ടേണ്ടത്, അതിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോഴും എന്നെ പലർക്കും കലാമണ്ഡലത്തിൽ വിടണമെന്ന് താല്പര്യമില്ല. ഞാനപ്പോൾ ഹൈസ്കൂളിലേക്കായി. വീട്ടുകാരെ പഠിപ്പിക്കാൻ, കോളേജിൽ പഠിപ്പിക്കണം എന്നൊക്കെ അതെല്ലാവരും അങ്ങനെയായിരുന്നു. ഞാനപ്പോഴേക്കും 9ാം ക്ലാസ്സിലേക്കായി. ഹൈസ്കൂളിൽ പഠിക്കണം. താമസിച്ചിരുന്ന എൻ്റെ ഇല്ലത്ത് തന്നെ. അമ്മക്ക് താമസിച്ച സ്കൂൾ അടച്ചു കഴിഞ്ഞ് തുറന്നു. അപ്പോഴും ഞാൻ എന്താ വേണ്ടതെന്ന് നിശ്ചയമില്ല, എനിക്കിത് പഠിക്കണം. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കഥകളി ഉണ്ടാവും. ഈ കളി കാണാൻ പോകും, ഉറക്കമൊഴിച്ച് വന്നിട്ട് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് എഴുതും. ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ തന്നെ പറഞ്ഞു, എന്നാൽ ഇനി ഇതിനല്ലാതെ വേറെ മാർഗ്ഗം, ഒന്നുകിൽ നന്നാവും അല്ലെങ്കിൽ ചീത്തയാവും. നന്നായാലും അവന് തന്നെ, ചീത്തയായാലും അവന് തന്നെ. അതുകൊണ്ട് എന്നാൽ എന്താ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രത്തിൽ പരസ്യം കണ്ടു,
ഞാൻ ആരെ അറിയിക്കാതെ കണ്ട് കലാമണ്ഡലത്തിലേക്ക് അമ്മാവൻ പറഞ്ഞിട്ടല്ല. അല്ല, ആരെ അറിയിക്കാണ്ട് പത്രത്തിൽ പരസ്യം കണ്ട് അപേക്ഷിച്ചു. വേഗം തന്നെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ സെലക്ഷൻ കാർഡ് വരുമ്പോഴാണ് ഇവരൊക്കെ അറിയണത്. എന്തായാലും വേണ്ട, എല്ലാവരും വഴക്ക് പറയാൻ കേട്ടു. കലാമണ്ഡലത്തിൽ ചെന്നു. അപ്പോൾ മണ്ണാട് ദിവസനാണ് ഇൻ്റർവ്യൂവിന് വരണത്. അപ്പോൾ ആശാനോട് അമ്മാവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എങ്ങനെയൊക്കെയാണ്, അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ വേറെ ഒരു 3-4 കുട്ടികളുണ്ട്. അവരൊക്കെ ഓണം കഴിഞ്ഞപ്പോൾ പോയി. അപ്പം അന്ന് ആശാന്മാർ ആരൊക്കെ ഉണ്ട്? അന്ന് അച്ഛനും കുളാശനും മണ്ണാട് ദിവസനും 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ അല്ലേ? അപ്പോൾ കുട്ടികൾ ഞാൻ കൂടാണ്ട് എൻ്റെ കൂടെ 3 കുട്ടികൾ വേറെയുണ്ട്. അവർ ഈ തല്ലിനെ പേടിച്ച് ഓണം കഴിഞ്ഞപ്പോൾ അവർ 3 പേരും പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എൻ്റെ കൂടെ അന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ബലരാമനും പീഡിയാ. പീഡി അവരുടെ 4ാം വർഷമായി. പിന്നെ അവരാണ് എന്നെ കുറച്ചും കൂടി സഹായിച്ചു കൊണ്ടുവന്നത്. ഒരാള് രംഗം വിട്ടു. അതെ, ഞാൻ 3 പേര് അടി കണ്ടുപോകാനുള്ള അടി ഒരു സഹിക്കില്ല. 2 പേരും അതെ. ഇപ്പോഴും ഈ ചെകിട് എനിക്ക് മൂഴിക്കുളത്ത് നിന്ന് അടി കിട്ടിയതാണ് മണ്ണാട് ഡിവിഷനിൽ നിന്ന്. രാമകൃഷ്ണൻ്റെ വേഷത്തിന് കൊട്ടിക്കൊണ്ടുമ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും ഈ ചെവിക്ക് കേടുണ്ട്. അപ്പോൾ അന്നത്തെ കഠിനമായിട്ടുള്ള അഭ്യാസം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. പിന്നീട് ഞാൻ പഴയ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. എന്നും ഭാരതപ്പുഴ പോയി കുളിക്കും. കർക്കിടക മാസത്തിൽ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഇതിൽ ചെണ്ടയൊക്കെ അവിടെ തന്നെയാണോ? അതെ, പഴയ കലാമണ്ഡലം തന്നെയാണ്. അതെ, അവിടെ അഭ്യാസം 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് അവിടെ തന്നെ, അവിടെ തന്നെ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞ് പോയി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് എല്ലാവരും കുളി കഴിഞ്ഞ് പോയതിന് ശേഷം ഭാരതപ്പുഴ പോയി കുളിക്കുക. കാരണം ഇവിടെയൊക്കെ അങ്ങോട്ട് പുളിമുട്ടി വെച്ച് അടിച്ചങ്ങോട്ട് പാടിങ്ങനെ കിടക്കുക. അവർക്കൊരു മടിയൊന്നുമില്ല തല്ലാൻ, ആരും ചോദിക്കില്ല എന്നറിയാം. പക്ഷെ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളെ ആശാൻ തല്ലി. അതാണ് മണ്ണാഴ്ചൻ്റെ ഒരു അത് അച്ഛനുകുളാശനല്ലേ. പിന്നെ ഇവരുടെ ചീത്തവിളി അതും കൂടെ കേൾക്കുമ്പോൾ വല്ലാണ്ട് എങ്ങനെയെങ്കിലും പോയാൽ, പക്ഷേ എന്നാലും മനസ്സ് സമ്മതിക്കണില്ല. കാരണം ഇല്ലത്തുനിന്ന് ഞാൻ ചാടിക്കിടന്ന് പോന്നതാണ്. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു. അതെ, എത്തിയില്ലെങ്കിലോ. എന്നാൽ ഇതിൽ ഒരു 3 വർഷത്തേക്കുള്ള അടി സഹിക്കില്ല. പിന്നെ എനിക്ക് ബലരാമൻ അന്ന് ഈ പറഞ്ഞാൽ തിരിയില്ല. ബലരാമൻ കുറച്ച് കൊഞ്ഞലുണ്ടെന്ന്. ബലരാമൻ ഈ വായ്ത്താരി പറഞ്ഞു കഴിഞ്ഞാൽ തിരിയാത്തുണ്ടെങ്കിൽ എന്നെ കൊട്ടിച്ച് തരും. അങ്ങനെയാണ് അന്നത്തെ. പിന്നെ പീഡിയാണ്. ഇപ്പം ഞങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ശനിയും ഞായറും വരെ 2 പേരെയും വിളിച്ചിരുത്തിയിട്ട് ആശാന്മാർ ശനിയും ഞായറും വീട്ടിൽ പോകുള്ളൂ. അരങ്ങേറ്റമൊക്കെ ഇത്രയും കൊല്ലം അരങ്ങേറ്റം നടന്നു. അരങ്ങേറ്റം പണി ആദ്യത്തെ കൊല്ലം എനിക്ക് നടത്തായിരുന്നു, ചേർന്ന കൊല്ലം. അത് പിന്നെ അന്നേരം മണ്ണാട് ദിവസം പറഞ്ഞു വേണം അടുത്ത വർഷം മതി. അപ്പോൾ ഇതിനിടയ്ക്ക് ടൂറിന് പോയി വിദേശത്തേക്ക്. അപ്പോൾ ആശാന്മാരാരുമില്ല, അടുത്ത വർഷം മതി എന്ന് പറഞ്ഞു. അങ്ങനെ വള്ളത്തോൾ ജയന്തിക്കാണ് എൻ്റെ അരങ്ങേറ്റം. ആദ്യം ഞാൻ ദക്ഷിണ കൊടുക്കുന്നത് വള്ളത്തോളിൻ്റെ ഭാര്യയ്ക്കാണ്. ഞാൻ മണ്ണാഴ്ചന് പറഞ്ഞു എനിക്ക് വള്ളത്തോളിൻ്റെ ഭാര്യയ്ക്ക് ആദ്യം ദക്ഷിണം. അവർക്ക് 84-85 വയസ്സുണ്ടാകും. അന്ന് EMSൻ്റെ ഭരണകാലമാണ്. ഞാൻ ആദ്യത്തെ അപ്പോൾ മണ്ണാഴ്ചന് പറഞ്ഞു അതാ വേണ്ടത്. അപ്പോൾ കുഞ്ചുവാരാശാനും പറഞ്ഞു അന്ന് അങ്ങനെ തന്നെ മതി. അപ്പോൾ വേഗം തന്നെ ആദ്യത്തെ ദക്ഷിണ ഞാൻ അരങ്ങേറ്റത്തിന് മഹാകവിയുടെ ഭാര്യയ്ക്കാണ് കൊണ്ടുകൊടുത്തത്. എന്നെ വലിയ കാര്യമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അത് കഴിഞ്ഞ് ആണ് മറ്റുള്ള ആശാന്മാർക്കൊക്കെ കൊടുത്തത് ദക്ഷിണ. അങ്ങനെ ആ പുറപ്പാടും മേളപ്പതും കഴിയുന്നവരെ വള്ളത്തോളിൻ്റെ ഭാര്യ അവിടെ ഇരുന്നു, മാധവക്കുട്ടിയമ്മ. അത് എന്ത് വേഷത്തിനാണ് കുട്ടിയത്? പുറപ്പാടും മേളപ്പതും മാത്രം. അത്രേ കുട്ടുള്ളൂ. മേളപ്പദം കൊട്ടാറായി. മേളപ്പദം കൊണ്ടു. എൻ്റെ കൂടെ അരങ്ങേറ്റത്തിന് കൂടെ സഹായിച്ചത് ഗുരുവായൂർക്കാരൻ ഇപ്പം ഹരിനാരായണൻ മത്തളം ഹരിനാരായണനാണ് കുട്ടിയത്. അപ്പോൾ ഞങ്ങൾ 2 പേരും മേളപ്പദം കൊട്ടി. അത് കഴിഞ്ഞ് വള്ളത്തോളിൻ്റെ ഭാര്യ ഒരു 5 ഉറുപ്പ്യ എനിക്ക് കൊണ്ട് തന്ന് തലയെ തൊട്ട് അനുഗ്രഹിച്ചു. ഇന്ന് 5 ഉറുപ്പ്യക്ക് 5000ൻ്റെ വില വരും. അപ്പോൾ നന്നായി വരട്ടെ. അന്ന് അരങ്ങത്ത് കളി കാണാതിരിക്കുന്ന EMS, അതുപോലെ ഉളപ്പമണ്ണ, DH നമ്പൂതിരിപ്പാട്, അതുപോലെ K കരുണാകരൻ, ഇങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് തന്നെ എനിക്കൊരു അനുഗ്രഹമായി. മേളപ്പദം കഴിഞ്ഞ് മഹാകവിയുടെ ഭാര്യ പോവുകയും ചെയ്തു. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഇത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ ഒരു കാര്യമാണ്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നല്ലൊരു സദസ്സും വെച്ചാൽ കലാമണ്ഡലം വാർഷികമാണ്, നല്ല 2 ദിവസത്തെ വാർഷികം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ അതുവരെ നല്ല അടിയാണ്, ഒരു മടിയിലാർക്കാ. 3ാമത്തെ വർഷമായപ്പോഴേക്കും അടിയുടെ കുറച്ച് കുറഞ്ഞു. 3ാമത്തെ വർഷം ആകുമ്പോഴേക്കും ക്രിസ്മസിന് മുൻപ് ഉത്ഭവത്തിലാവുന്ന കൊട്ടണം എന്നുള്ള നിർബന്ധം അവർക്ക്. അച്ഛനുകുളാശന നിർബന്ധം കൊട്ടിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു നിർബന്ധം. അവർക്കെന്ന് വെച്ചാൽ ഉത്ഭവത്തിൽ ചിട്ടപ്പെട്ട കഥകൾ, പ്രത്യേകിച്ചും ചിട്ടപ്പെട്ട കഥകൾ. ഇപ്പോൾ ഒരു
കോട്ടയം കഥകളിൽ കുടിലൻ കൗരവൻ തൻ്റെ കുസൃതി കൊണ്ടെന്നുള്ള ആ പദം ചൊല്ലിയാടുന്ന പോലെയാണ് കുടിലതയകതാരിൽ തടവീടും അരിപടലങ്ങളുമൊക്കെ. അതുപോലെ ഭഗവതത്തിലെ ദുഷ്ടനാം നാഗവേദനം ചുട്ടുകളവൻ താളം മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരേ നീളത്തിലാണ് വരുന്നത്. ഈ ചൊല്ലിയാട്ടത്തിന് ഇപ്പോൾ കാലകേയത്തിൽ അർജുനൻ്റെ ചൊൽകുടോ നീ ആരെന്ന് ചൊൽകുടോ സത്യം ചൊൽകുടോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂത്രധാരണത്തിലെ അവസാനം കേട്ടാലും വചനം ഇപ്പോൾ കേശവശൗര്യ പുറകോട്ട് മാറിയിട്ട് ഇതെല്ലാം ഒരേ കണക്കാണ്. അവിടെയാണ് അപ്പോൾ ഇങ്ങനെ ആ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ ഒരു ഞാനിപ്പോഴും ഈ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന കഥയോടെ എനിക്ക് താല്പര്യം. കോട്ടയം കഥ, സുഭദ്രാഹരണം, ഉത്ഭവം, നരകാസുരൻ, ഇതിന് കൊട്ടാറായാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു കുഞ്ചനാരാശൻ്റെ കളരിയിൽ ഞാൻ എൻ്റെ 4ാമത്തെ വർഷം ചൊല്ലിയാട്ടത്തിന് പോയി തുടങ്ങി. ഒരു 3 മാസം മുഴുവനും. അന്ന് വാസു പിഷാരടി, അതുപോലെ തന്നെ രാമകൃഷ്ണൻ, കുമാരനിലൊരു ഒരു ഗോപിനാഥൻ ഉണ്ടായി, മരിച്ചുപോയി. ഇവരൊക്കെ ചൊല്ലിയാടുന്ന കാലമാണ്. കുഞ്ചാരാശൻ്റെ കളരിയിൽ 3 മാസം കൊട്ടാനുള്ള ഭാഗ്യമുണ്ട്. അന്ന് വാസു പിഷാരടിയുടെ ധർമ്മപുത്രർക്കാണ്. അപ്പോൾ അവിടെ മുതൽക്ക് ഞാൻ ചൊല്ലിയാട്ടത്തിന് ബാലസുബ്രഹ്മണ്യം വരെ ഞാൻ ചൊല്ലിയാട്ടത്തിന് കൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ഉത്ഭവത്തിൽ രാവണൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഉത്ഭവത്തിൽ രാവണൻ അത് രാമകൃഷ്ണൻ്റെ കളരിയിൽ നിന്നാണ്. അന്ന് ബാലസുബ്രഹ്മണ്യൻ ചൊല്ലിയാടുക, ഉത്ഭവം, ഉണ്ണിത്താൻ, ഇവരൊക്കെയാണ് ചൊല്ലിയാടുന്നത്. അങ്ങനെ അതങ്ങോട്ട് ചൊല്ലിയാടി ചിട്ടപ്പെടുത്ത കഥ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ അന്ന് ഒരു 10-20 കഥ ചിട്ടപ്പെടുത്തി വെച്ച് ഉണ്ട്. ഇപ്പോൾ സുഭദ്രാഹരണം, ഉത്ഭവം, രമണാസുരോധം, ബാലി വിജയം, അതുപോലെ തന്നെ കൊട്ടാരക്കര തമ്പുരാൻ്റെ ബാലിവധം, തോരണയുദ്ധം, പിന്നെ കൃമീരവധം, കാലകേവധം, ഭഗവധം, കല്യാണം. ഇത്രയൊക്കെ പഠിക്കാം, പിന്നൊന്നും പഠിക്കണ്ട, പിന്നൊക്കെ കഴിവനുസരിച്ച് കൊട്ടാം. എന്തെന്ന് ഇത് എത്ര ഇപ്പം കുമാരൻ നാരാശൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷായുസ് മുഴുവനും പഠിച്ചാൽ ഇത് തീരില്ല. ഇതിൻ്റെ ആഴം ആരാ കണ്ടിരിക്കുന്നത്? അതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കും പറ്റില്ല. കഥകളി എന്ന് പറഞ്ഞാൽ പട്ടിക്കാന്തൊടി ആശാൻ്റെ ആദ്യ ശിഷ്യനാണ് തേക്കുംകാട്ട് രാവുണ്ണി നായർ. അദ്ദേഹം 18 വർഷം പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. രാവുണ്ണി നായരാശാൻ്റെ രാവുണ്ണിമൻ ആശാൻ്റെ ആദ്യത്തെ ശിഷ്യരിലൊരാളാണ്. അപ്പോൾ അന്ന് 4 കൊല്ലമല്ലേ പഠിക്കണത്? അതെ. അത് കഴിഞ്ഞ 3ാമത്തെ കൊല്ലം ആയപ്പോഴത്തേക്കും പിന്നെ കളരി കഴിച്ചുകൂട്ടാറായി. അത് കഴിച്ചു കൂട്ടിക്ക് രാവണം വരെ കഴിഞ്ഞു അല്ലേ? 3ാമത്തെ വർഷമാകുമ്പോൾ ആദ്യവസാന കളരി ചൊല്ലിയാട്ടത്തിന് കൊട്ടിച്ചിരിക്കുക വരും. അതാണ്. പിന്നെ അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഞാൻ 73 അന്ന് 6 വർഷം അല്ല 4 വർഷം ഡിപ്ലോമ കോഴ്സ്. അത് കഴിഞ്ഞ് അവർ PG കോഴ്സ് തുടങ്ങി. ആ PG കോഴ്സിൽ ആദ്യത്തെ വിദ്യാർത്ഥി ഞാനാണ്. 73-ലാണ് തുടങ്ങുന്നത്. അന്നാണ് ഉണ്ണികൃഷ്ണൻ ചേരുന്നത് അവിടെ 73-ൽ. അപ്പോൾ PG കോഴ്സിൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥി ഞാനാണ്. അതിനെനിക്ക് ഫസ്റ്റ് റാങ്കോട് കൂടി കിട്ടി. ഞാൻ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായി പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ചൊല്ലിയാട്ടത്തിന് ആരുമില്ല. എൻ്റെ ജൂനിയറായിട്ട് രാജൻ, ഹരിദാസ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. ഹരിദാസൻ തായമ്പക്കാരനും മേളക്കാരനായിട്ട്, രാജൻ പിന്നെ അങ്ങനെ ഒന്നും പോകണ്ട, തായമ്പക്കായിട്ടൊക്കെ പോയി. ചൊല്ലിയാട്ടത്തിന് ആളില്ല എന്ന് പറഞ്ഞാൽ മണ്ണാട് സൂപ്രണ്ടിനോട് ചെന്ന് പറഞ്ഞു. സൂപ്രണ്ട് എനിക്ക് എഴുതി അയച്ചു. ഞാൻ പിന്നെ 1 വർഷം കൂടി നാവട്ടേശൻ്റെ കളരി. അപ്പോഴേക്കും സുബ്രഹ്മണ്യൻ്റെ അവസാന വർഷമായി. അധ്യാപകനായിട്ടല്ല, അല്ലല്ല, ഉപരിപഠനം. എനിക്ക് അതാണ് ആവശ്യം. അങ്ങനെ 1 വർഷം കൂടി അവിടെ കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും മടവൂരാശാൻ്റെ കളരിയിൽ ആരുമില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കത്തെഴുതി. ഒരു 6 മാസം അവിടെ പോയി നിന്നു. അപ്പോൾ തെക്കൻ സമ്പ്രദായം കൂടി. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, അവിടെ നമ്മൾ തായമ്പകയിലെ ഒരു തെക്കൻ രീതി ഉണ്ടെന്ന് അതൊക്കെ മാറ്റി, എല്ലാം മാറ്റി. അതുപോലെ ഈ കഥകളി കൊട്ടിലും ഒരു തെക്കൻ സമ്പ്രദായം ഇല്ലേ? ഉണ്ടുണ്ട്. നമുക്കിപ്പോ വാരണാസിയുടെയോ ആയാങ്കുടിയുടെയോ ഒക്കെ ഒരു, അതായത് തെക്കൻ കളിക്കോട്ട് എന്ന് പറയുമ്പോഴേ എനിക്ക് മടവൂരാശൻ്റെ കളരി ചൊല്ലിയാട്ടത്തിന് കൊട്ടണമെന്നും പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് എനിക്ക് എഴുതി അയച്ചു. എനിക്കറിയില്ല എന്താണ് തെക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉടനെ മടവൂരാശൻ ഒരു കത്ത് തന്നു എൻ്റെ കയ്യിൽ. ഇത് തിരുവല്ലയിലൊരു ഗോപാലപ്പണിക്കർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇപ്പോഴത്തെ കഥകളി നടത്തുന്ന ഒരു രാധാകൃഷ്ണൻ്റെ, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ. അദ്ദേഹം പഴയ കഥകളിയിലെ തെക്കൻ ചെണ്ടക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മടവൂരാശാൻ്റെ കത്ത് പ്രകാരം ചെന്നു. 2 ആഴ്ച അവിടെ അടുത്തൊരു ഇല്ലത്ത് താമസിച്ച് തെക്കൻ സമ്പ്രദായത്തിൻ്റെ, കാരണം നേരെ തിരിഞ്ഞ എല്ലാം നേറുപോലാ. നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് കിട്ടുമ്പോൾ എന്ന് കൊട്ടുമ്പോൾ അവിടെയൊക്കെ ഒക്കെ നേറുപോല. ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നേറുപോല. അവിടെ ചെന്ന് കഴിഞ്ഞ് 2 ആഴ്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ തെക്കൻ സമ്പ്രദായത്തിൻ്റെ, നമ്മളിപ്പോൾ തിത്തിത്തൈ എന്ന് മുറിയടന്ന അവിടെ തിത്തൈന്നാണ് എല്ലാം തിരിഞ്ഞാണ് വരണത്. അപ്പോൾ ഇതിൽ നേറുപോലെ അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. എന്നിട്ട് പിന്നെ 2 ആഴ്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ നിന്ന്
തെക്കൻ സമ്പ്രദായത്തിൻ്റെ രൂപങ്ങൾ അത് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലേ? അടിസ്ഥാന രീതികൾ വേറെ അല്ലേ? തെക്കൻ സമ്പ്രദായം ഒരു കണക്കൊന്നുമില്ല. ഇത് നമ്മൾ കൈമറിച്ച് കൊട്ടുമ്പോഴല്ലേ അതിൻ്റെ അറിവുള്ളൂ. ഇപ്പോൾ അണകെടുതക അവർക്ക് അതൊന്നുമില്ല. നമ്മളിപ്പോൾ ഇടതക എന്ന് ഒട്ടമ്പച്ചിലാസിന് അവർക്ക് ഡിണ്ണ എന്നാ കൊട്ടുക. ഇതിപ്പോൾ ആർക്കാ പാടില്ലത്? ഇതിപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലല്ലോ അല്ലേ? അത് കഴിഞ്ഞ് ഞാൻ ഇതിനെ വടക്കൻ രീതിയിലാക്കി മടവൂരാശാനും ഞാനുമായിട്ട് യോജിപ്പിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ ഹംസത്തിൻ്റെ തെക്കൻ സമ്പ്രദായത്തിൽ പറക്കണത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ മടവൂരാശാന് ചോദിച്ചിട്ട് അതിനോട് ഞാൻ എൻ്റേതായിട്ടുള്ള സമ്പ്രദായം ആക്കിയെടുത്തു. ഇപ്പോൾ പുറപ്പാടിൻ്റെ അവസാനം തെക്കോട്ട് ഡീണക എന്ന് കൊട്ടും. ഞാനത് ഡീണകണ അപ്പോൾ ഒരു കുറച്ചൊരു മേളത്തിന് വക കിട്ടി. അതുകൊണ്ട് ഞാനത് അങ്ങനെ ആക്കി എടുത്തു. അതിപ്പോഴും കലാമണ്ഡലത്തിൽ അങ്ങനെ നിലനിൽക്കും. ഇപ്പോൾ ഈ കലാമണ്ഡലത്തിലെ ഈ ചെണ്ടയിൽ തെക്കൻ സമ്പ്രദായത്തിൽ കൊട്ടുപിടിപ്പിക്കലില്ലല്ലോ. തെക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേഷമുണ്ട്, സമ്പ്രദായം അത് പപ്പുള്ളയുടെ ഒരു വഴി, പരമുള്ളയുടെ വേറൊരു വഴി എന്ന് പറഞ്ഞ പോലെ അതിനൊരു, അതായത് ഈ വടക്കൊരു സ്ഥാപനം വന്നതുകൊണ്ടാണ് ഈ സമ്പ്രദായം നിലനിന്നത്, ചിട്ടയായിട്ട്. അതാണ് രാവുണ്ണിമേനോനാശാനെ പറ്റിയൊരു ശ്ലോകം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അത്ഭുതമാണ്. ഇട്ടുകാരിശമനെ 4 പേരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ രാവുണ്ണിമേനോനാശാൻ മാത്രമേ കേമമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ വെള്ളിനേഴിയിൽ ഉളപ്പവണ്ണ ഇല്ലത്തെ ഈ രാവുണ്ണിമേനോനാശാൻ്റെ ചൊല്ലിയാട്ടം കണ്ടിട്ട് ഏതോ ഒരു നമ്പൂതിരിക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അതിങ്ങനെ കണ്ട് അദ്ദേഹം ഒരു ശ്ലോകം എഴുതി. ആട്ടക്കാരുണ്ടനേകം പുനരവരവനീഭാരതന്മാരതെല്ലാം പോട്ടെ കാണുന്നവർക്കുള്ള അഭിരുചി നയനം കൂട്ടുവാൻ ഇന്നു പാർത്താൽ നാട്ടാരാകപ്പുകഴ്ത്തും ബഹുമതി മതിമാനിട്ടിരാരിച്ചമേനോൻ കോട്ടം വിട്ടഭ്യസിപ്പിച്ചവരിൽ ഒരുവനാം രാമനേ കേമനുള്ളൂ. ഈ രാമൻ എന്ന് പറയുന്നത് രാവുണ്ണിമേനോനാശാൻ. ഈ ഒരു ശ്ലോകം എൻ്റെ അമ്മാവൻ പറഞ്ഞു തന്നതാണ്, അപ്പൂടൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ആ ഒരു രാവുണ്ണിമേനോനാശാൻ ഇല്ലെങ്കിൽ ഇന്ന് കലാമണ്ഡലത്തിൽ ഈ ഒരു സമ്പ്രദായം ഉണ്ടാവില്ല. ഇന്ന് കലാമണ്ഡലത്തിലെ ചൊല്ലിയാട്ടത്തിൻ്റെ സമ്പ്രദായം രാവുണ്ണിമേനോനാശാനായിട്ട് കൊണ്ടുവന്ന. പണ്ട് അങ്ങനെയല്ല, അവർക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കണം. അക്കാലത്തൊക്കെ ഈ തെക്കോട്ടൊക്കെ ഈ വാരണാസിയൊക്കെ അല്ലേ, പിന്നെ ആയാങ്കുടി അവരൊക്കെ തെക്കൻ സമ്പ്രദായത്തിൽ ആദ്യം പഠിച്ചത്. അത് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഒരു മുറിക്കകത്ത് തെക്കൻ വടക്ക് ചിട്ടക്കാരും വടക്കൻ ചിട്ടക്കാരും താമസിക്കുന്നുണ്ടാവും. ഈ വടക്കൻ കണ്ട് അവരിപ്പോൾ തെക്കൻ അല്ല, ഈ വടക്കൻ ചിട്ട കണ്ട് അവർ ഭിത്തത്താന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അവരും ഇപ്പോൾ അങ്ങനെയൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ തെക്കോട്ട് വഴിയിൽ നിന്ന് വൈകാതെ നിന്നൊരു മുദ്ര അവിടെ ഇല്ല. വഴിയിൽ ഇരുന്ന് പോകാമെന്ന് എങ്ങനെ കാണിക്കാൻ? മഹാകവിയാണ് ഇത് കൊണ്ടുവന്നത്, ഈ നിന്നൊന്നൊരു മുദ്ര. ഇപ്പോൾ മടവൂരാശാൻ്റെ കളരിയൊക്കെ ഇങ്ങനെ ആയല്ലോ. തെക്കോട്ട് ഇപ്പോഴും വഴിയിൽ ഇരുന്ന് പോകാന്ന. പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്ന് ദൂരദേശത്ത് നിന്ന് എങ്ങു നിന്നെഴുന്നരുൾ സുരാധിപ യാഗശാലയിൽ നിന്ന് പോക ജവാൻ കുത്ര നിന്ന ഭവാൻ. പിന്നീട് ഈ കൃഷ്ണകുട്ടിപോളാശാന്റെ കാലത്തോടുകൂടി വടക്കുള്ള കൃഷ്ണകുട്ടിപോളാശാനാണ് തെക്കുള്ള മിക്ക ആൾക്കാരെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നെ പൊതുവാളാശാന്റെ കൂടെ നടന്ന എനിക്കൊരു പരിചയം കൂടെ 5 വർഷം പൊതുവാളാശാന്റെ ചോദിക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ എനിക്ക് അതാ ഒരു ഗുണം. ഈ കലാമണ്ഡലത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം തെക്കോട്ട് അങ്ങനെ ചെണ്ടക്കാരൊന്നുമില്ല. എവിടെ നോക്കിയാലും കൃഷ്ണകുട്ടിപോളാശാൻ ഉണ്ടാവും. ആശാനുള്ള സ്ഥലത്ത് ആശാൻ പറയും ഇന്ന ആൾ മതി എൻ്റെ കൂടെ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ കൃഷ്ണനാരാശാൻ്റെ രാമകൃഷ്ണൻ്റെ വേഷത്തിന് ഒറ്റയ്ക്ക് കൊട്ടുവാനുള്ള ഒരു ധൈര്യമായി. 2 പരശുരാമൻ ഞാൻ രാമകൃഷ്ണൻ്റെ ഒറ്റയ്ക്ക് കൊട്ടിയിട്ടുണ്ട്. ആശാന് തന്നെ സമ്മതം അത്. അപ്പോൾ അങ്ങനെ കൊട്ടി പിന്നെ രാമകൃഷ്ണൻ്റെ കളരി ചൊല്ലിയാട്ടത്തിനും ധാരാളം കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശാൻ്റെ ആ ചൊല്ലിയാട്ടത്തിന് കൊട്ടി പുതുവാളാശാൻ ഇങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെ കൊണ്ടാണ് കൊട്ടിക്കാൻ മുഴുവൻ. ഇപ്പോൾ രൗദ്രഭീമനും ദുശാസനുമായിട്ടുള്ള പദം നടക്കുമ്പോൾ പുതുവാളാശാൻ ഞങ്ങളെ കൊണ്ടാണ് കൊട്ടിക്കും. എന്തെങ്കിലും കുഴപ്പം വന്ന ആശാനെ മേക്കപ്പ് ചെയ്തു. ഇപ്പോൾ കൃഷ്ണനാരാശാൻ്റെ രൗദ്രഭീമൻ മിക്കവാറും സ്ഥലത്തുണ്ടാവും. എന്നെ കൊണ്ടാണ് കൊട്ടിക്കും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആശാനെ ഏറ്റെടുത്തു. അതൊരു എനിക്കത് കളരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും 10 മടങ്ങ്. മൂപ്പരിപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് പോകുന്ന ഒരു 6 മാസം കഴിയേണ്ട ഞാൻ ചെല്ലണത് അവിടെ. 66 ഡിസംബറിലാണ് പുതുവാളാശാൻ അവിടുന്ന് പോകുന്നത്. ഞാൻ 67 ജൂണിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം കൂടെ കിട്ടിയത് നമ്മൾ വലിയൊരു ഭാഗ്യമായനെ. അത് കിട്ടിയില്ല. അല്ല, ശിഷ്യത്വം ഇല്ലെങ്കിലും അരങ്ങത്തെ ഒരു ശിഷ്യത്വം എനിക്ക് കിട്ടി. അത് തന്നെ ഭാഗ്യമാണ്. പഠിക്കുന്നതിലല്ല, അരങ്ങ് പരിചയം. പുതുവാളാശാൻ നല്ല ഒരു മൂഡിൽ നിൽക്കുമ്പോൾ
എന്നോട് പറയുന്നത്. അപ്പോൾ അന്ന് കൃഷ്ണനാരാശനും പൊതുവളാശാനായിട്ട് തെറ്റി ഇടയ്ക്കങ്ങനെ ചില നിൽക്കുന്ന അത് എനിക്കൊരു ഗുണമായി. കാരണം കൃഷ്ണനാരാശൻ്റെ പ്രധാനപ്പെട്ട വേഷങ്ങൾ വരുമ്പോൾ എന്നെ പിടിച്ച് ഏൽപ്പിക്കും. അതായത് നാവായിക്കുളത്ത് ഒരു കളിക്ക് ശൗര്യഗുണത്തോട് കൂടിയിട്ടുള്ള കല്യാണ സുഗന്ധിയാണ് രാമകുട്ടേശാൻ്റെ ഹനുമാനും. അപ്പോൾ കൃഷ്ണനാരാശൻ്റെ ആണ് ശൗര്യഗുണം. അത് കഴിഞ്ഞിട്ട് പാഞ്ചാലരാധനയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഹനുമാനാകുമ്പോൾ വന്നേക്കാം, അതുവരെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണനാരാശൻ്റെ ശൗര്യഗുണം മുതൽക്ക് പാഞ്ചാലരാധനയും കഴിഞ്ഞ് വഴിയിൽ നിന്ന് കഴിഞ്ഞ് അവരെ അവിടെ കഴിയുമ്പം രാമകുട്ടേശൻ്റെ ഹനുമാനായപ്പോഴേക്കും ആരിക എന്നുള്ളത് അവിടെ വന്നു പൊതുവളാശാൻ. അല്ല അത് നമ്മുടെ പിന്നെ അതിനെപ്പറ്റി ആ ചടങ്ങ് ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ഒരു കളി കഴിഞ്ഞിട്ട് കൃഷ്ണനാരാശൻ്റെ രുക്മാംഗതനായി. ഇവർ തമ്മിൽ മിണ്ടുവില്ല. ആ രുക്മാംഗതനെ ഞാൻ കൊട്ടി. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ പിറ്റേ ദിവസത്തെ കളിക്ക് പറയാം രുക്മാംഗതന് കൊട്ടിയത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ രംഗമല്ല രണ്ടാമത്തെ രംഗം, രണ്ടാമത്തെ രംഗമല്ല മൂന്നാമത്തെ രംഗം. ആദ്യത്തെ രംഗം ശൃംഗാരമാണ്. മേളത്തിന് പ്രാധാന്യമില്ല. മധുരതര കോമളവദനെ എന്നുള്ളത് അത് അവിടെ ശൃംഗാരത്തിലാണ്. പിന്നത്തെയോ ഭക്തിയായി. ചൈവേൻ താവക അഭിലാഷൻ സർവമഭിപാലെ ഭവ്യമാർന്നവർ ഏകാദശി അവിടെ കൊട്ടിന് വളരെ ഘനം കുറയണം. പിന്നത്തെ രംഗം വരുമ്പോണ്ടല്ലോ സപ്രമോദം അന്നു ചെയ്തൻ സത്യം. പിന്നെ മേളത്തിന് പ്രാധാന്യം വന്നിറങ്ങി. ഇതാണ് ഭാവത്തിന്, കളിക്കാണ് കൊട്ടണത്, കൊട്ടിനല്ല കളിക്കണത്. അങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ എനിക്ക് അരങ്ങത്ത് പൊതുവളാശൻ്റെ കൈ ഒത്തിരി കിട്ടും. അതെനിക്കൊരു ഗുണമായി, വളരെ ഗുണമായി. അതിന് തുല്യം കേരളത്തില് ഒരാളും ഉണ്ടായിട്ടില്ല അതിന് മീതെ കഥകളിക്കൊട്ടിൽ. അതാണ്. അതുമാത്രമല്ല മൂപ്പരിപ്പോൾ കോലേവലോചിക്ക് കൊട്ടുന്നുണ്ട്. ആ പതിഞ്ഞ കിടതീന്താം മോൾക്കാങ്ങടെ ആ കൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കൃഷ്ണനാരാശൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും കൊട്ടുന്ന പോലെ അല്ല പൊതുവളാശൻ്റെ ആ കൊട്ടിൻ്റെ രൂപം ഞാൻ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ പതിഞ്ഞവത്തിൻ്റെ എന്നോട് പറഞ്ഞു പതിഞ്ഞവത്തിന് ഇവിടെ അടന്തക്കൂറല്ല കൊട്ടുണ്ടെന്ന് പറയും. പതിഞ്ഞ അടന്തയിലുള്ള 56 അക്ഷരത്തെ കൂലവിലോചന, ആ കൂലവിലോചന എല്ലാ കാലയോഗത്തിലും അർജുനൻ. ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ പറഞ്ഞു. കൃഷ്ണനാരാശൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു ഗുണമായി. പിന്നെ ഞങ്ങളുടെ ഈ കഥകളി കൊട്ടിൻ്റെ ഒരു പാരമ്പര്യം എന്നോട് പറഞ്ഞത് കോട്ടയ്ക്കലെ കുട്ടന്മാരാശാനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടന്മാരാശൻ്റെ ഗുരുനാഥൻ മൂത്തവന കേശവൻ നമ്പൂതിരിയാണ്. ആ പാരമ്പര്യമാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലെ കേരളത്തിലെ മൊത്തം പാരമ്പര്യം അവിടെ നിന്നല്ലേ തുടങ്ങിയേക്കണേ. അപ്പോൾ മൂത്തമനയുടെ അടുത്താണ് കുട്ടന്മാരാശാൻ പഠിപ്പിച്ചിരുന്നത്. അത് അവിടെ ചെല്ലാനുള്ള കാരണമുണ്ട്. അന്ന് PSO കാരുള്ളൊരു കാലം. ആ PSO കാരുടെ അടുത്ത് മൂത്തവന ചികിത്സയ്ക്കായിട്ട് ചെന്നതാണ്. അന്ന് അവിടെ PSO കാരുടെ അവിടെ നാടക കമ്പനി ആയല്ലോ തുടങ്ങിയിരുന്നത്, പരമശിവ വിലാസം. അത് കഴിഞ്ഞ് ആ നാടക കമ്പനിയിൽ നിന്ന് കഥകളിയിലേക്ക് വന്നതാണ്. അപ്പോൾ ആ കുട്ടന്മാരാശാൻ അവിടെ പഠിക്കണ കാലം. അപ്പോൾ ഒരു ചെണ്ടക്കാരനില്ല നല്ലത്. അപ്പോൾ മൂത്തവനെ ചികിത്സയ്ക്കായിട്ട് ചെന്നു. പിന്നെ മൂത്തവനോട് ചോദിച്ചു. അങ്ങനെ 4-5 വർഷം അവിടെ കുട്ടന്മാരാശനെ പഠിപ്പിച്ചു. ആ ഒരു പാരമ്പര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കുട്ടന്മാരുടെ കൂടെ കൊട്ടിയിട്ട് 2 മേളപ്പതും കൊട്ടിയിട്ടുണ്ട്. ഒന്ന് ദേശമംഗലത്ത് വെച്ച്, ഒന്ന് ആലുവ ടാസ്കുകളിലും വെച്ച് 2 മേളപ്പം ഒന്ന്. അതുകൊണ്ട് ഭാഗ്യമുണ്ട്. പിന്നെ എനിക്കൊരു വലിയൊരു മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഗുരു ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ 2 വേഷത്തിന് കൊട്ടാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഒന്നൊരു കീചകൻ, ഒരു ചെന്നൊരു ജരാസന്ധൻ. അതും എനിക്കൊരു വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ 140 വയസ്സുണ്ടാവും. ഞാൻ 92-93 വയസ്സിലെ വേഷമൊക്കെ 84 വയസ്സ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ആ ഒരു 2 വേഷത്തിന് അതൊരു വലിയൊരു ഭാഗ്യമാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെയൊക്കെ വേഷത്തിന് കൊട്ടാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കുളത്തിന്റെ കാലം അതൊക്കെ ധാരാളം കൊട്ടിയിട്ടുണ്ട്. മാങ്കുളത്തിൻ്റെയൊക്കെ ധാരാളം കൊട്ടിയിട്ടുണ്ട്. കൃഷ്ണനാരാശൻ അനവധി വർഷം മൂപ്പര് കെട്ടുന്ന ഏതൊക്കെ വേഷങ്ങൾ, പരശുരാമനായാലും അതുപോലെ തന്നെ വിശ്വാമിത്രനായാലും ഒത്തിരി വേഷങ്ങൾ കൊട്ടിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഞാൻ മാർഗിയിലുള്ള കാലത്ത് കൃഷ്ണനാരാശൻ്റെ ഈ സുഭദ്രാകരണ അർജുനെ ഞാൻ കണ്ടിട്ടില്ല.